വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാണ് എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അടിയങ്ങളുടെ ആത്മീയ യാത്രയിൽ ആ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന, കേൾക്കുന്ന വചനം ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. സംസാരിക്കുന്ന അടിയനോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന കർത്താവ് നിൻ്റെ മക്കളോടും കൂടെ ഇരുന്ന് ഈ വചനം അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 32-ാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. സാംസ് 32 വേഴ്സസ് 1 and 2. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കാപട്യമില്ലാതെയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഭാഗ്യം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ദർശനമനുസരിച്ചാണ് ആ പദത്തെ കാണുന്നത്. ലോകപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്പം പണവും പ്രതാപവും സ്വാധീനവും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുമൊക്കെയും ലഭ്യമാകുന്നതാണ് ഭാഗ്യം. അല്ലെങ്കിൽ നന്നായി പഠിക്കുന്നതോ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് നല്ല ഉയർന്ന നിലയിലേക്ക് വരുന്നതൊക്കെയും ഭാഗ്യമായിട്ട് കരുതുന്ന അനേകർ ഉണ്ട്. എന്നാൽ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം 32-ാം സങ്കീർത്തനം അനുതാപ സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലോകപരമായ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. തിരുവചനം നാം അത് പഠിക്കുമ്പോൾ നാം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. നാം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. ഇങ്ങനെ ഇശ്ശായിയുടെ മകനായ ദാവീദ് ഇസ്രയേലിനെല്ലാം രാജാവായി വാണിരുന്നു. അവൻ ഇസ്രയേലിനെ വാണകാലം 40 വർഷമായിരുന്നു. അവൻ 7 വർഷം ഹെബ്രോനിലും 33 വർഷം യെരുശലേമിലും വാണു. അവൻ ദീർഘായുസ്സും ധനവും മാനവും നേടി തികഞ്ഞ വാർദ്ധക്യത്തിൽ മരിച്ചു. അവൻ്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി. അപ്പോൾ ലോകപ്രകാരം ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ദാവീദ്. 40 വർഷം രാജ്യഭരണം നടത്തുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അത്രയും രാജാവെന്ന് പറയുമ്പോൾ അന്നത്തെ കാലയളവിൽ നമുക്കറിയാം, രാജാവിൻ്റെ ധനമഹത്വം, രാജാവിൻ്റെ പ്രസക്തി, രാജാവിൻ്റെ പ്രാഗൽഭ്യം ഒക്കെയും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ദാവീദ്. അവൻ വലിയ സമ്പന്നനായിരുന്നു. അങ്ങനെ ലോകപ്രകാരമായ അനേക അനുഗ്രഹങ്ങളുണ്ടായിരുന്ന ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ഭാഗ്യം ലോകപരമായ അനുഗ്രഹങ്ങൾ, ലൗകിക അനുഗ്രഹങ്ങൾ, ധനമോ മാനമോ സമ്പത്തോ പ്രസക്തിയോ പേരോ പെരുമയോ ഒന്നുമല്ല. പിന്നെയോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഇത് പറയുവാൻ ദാവീദിന് കഴിയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞത് എന്തുകൊണ്ട്? ദാവീദിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അവനൊരു ബാലനായി ആടുകളെ മേയ്ക്കുന്ന തൊഴിലിൽ നിന്ന് ദൈവം അവനെ വിളിച്ച് അഭിഷേകം ചെയ്ത് ദാവീദ് ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായി
അവരോധിക്കപ്പെട്ട വ്യക്തിയാണ്. ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഇസ്രയേലിൻ്റെ രാജാവ് എന്ന വലിയ പദവിയിലേക്ക് എത്തുവാൻ ദാവീദിന് കഴിയുകയാണ്. അങ്ങനെ ദാവീദ് ഒരു അസാധാരണ വ്യക്തിത്വമായി മാറ്റുന്ന ദൈവത്തെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. ദാവീദിനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നുണ്ട്, തൻ്റെ ഹൃദയമുള്ള മനുഷ്യൻ. അപ്പോൾ അപ്രകാരമുള്ള ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, ചില അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നു പോകുന്നുണ്ട്. ഇത് നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 2 ശമൂവേൽ 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, നീ യഹോവയുടെ കൽപ്പന ലംഘിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? നീ ഹിത്യനായ ഊര്യാവിനെ വാൾ കൊണ്ട് കൊന്ന് അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. രാജാവായിരിക്കുമ്പോൾ തൻ്റെ ഭടന്മാരിൽ ഒരുവനായ ഹിത്യനായ ഊര്യാവിനെ ദാവീദ് വാൾ കൊണ്ട് കൊല്ലുകയാണ്. അവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി അവൻ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, അവൻ ഊര്യാവിൻ്റെ ഭാര്യയുമായി ബത്ശേബയുമായി പാപം ചെയ്യുന്നു. ആ പാപം മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ഹിത്യനായ ഊര്യാവിനെ, തൻ്റെ ഭടന്മാരിൽ ഒരുവനായ ഊര്യാവിനെ ദാവീദ് ചതിയിൽ കൊല്ലുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ രാജ്യത്തിലുള്ള എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം തൻ്റെ ഭടനായ ഊര്യാവ് മരിക്കുമ്പോൾ അവനോട് കരുണയുണ്ടായി, അല്ല അവൻ്റെ കുടുംബത്തിനോട് കരുണയുണ്ടായി ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു എന്ന് വരുത്തുവാൻ തക്കവണ്ണം ദാവീദ് പരിശ്രമിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് നാം വായിക്കുന്നു, തുടർന്ന് നീ എന്നെ ഉപേക്ഷിച്ച് ഹിത്യനായ ഊര്യാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല. അപ്പോൾ ദാവീദ് ചെയ്ത പാപത്തിന് ഒരു വലിയ ശിക്ഷ ദൈവം കൊടുക്കുകയാണ്. അവൻ്റെ ഗൃഹത്തിൽ നിന്ന് വാൾ വിട്ടുമാറുകയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നാം വായിക്കുന്ന, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ അയൽക്കാരന് കൊടുക്കും. അവൻ പകൽ വെളിച്ചത്തിൽ തന്നെ നിൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക പകൽ വെളിച്ചത്തിൽ തന്നെ ചെയ്യും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തിയിലൂടെ യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ കാരണമുണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, ദാവീദ് കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ രക്ഷിക്കുവാൻ തക്കോണം ദാവീദ് ഉപവസിക്കുന്നതായിട്ട് നാം തുടർന്നുള്ള വചനം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിച്ചു, അകത്ത് പ്രവേശിച്ച് രാത്രി മുഴുവൻ നിലത്ത് കിടന്നു. കുഞ്ഞ് ജീവൻ നഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ തക്കോണം ദാവീദ് ഉപവസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുവെന്ന് ദാവീദിനെ അറിയിക്കുവാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞ് ജീവനോടിരുന്ന സമയത്ത് നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ എന്തെങ്കിലും അപകടം സ്വയം വരുത്തും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് ചെയ്ത പാപത്തിന് ഒരു ശിക്ഷ അവന് ലഭിക്കുകയാണ്. ആ പാപത്തിലൂടെ ഉണ്ടായ കുഞ്ഞ് മരിച്ചു പോകുന്നതായിട്ട് നാം കാണുകയാണ്. ഈ പാപഭാരവുമായി ദാവീദ് ജീവിച്ചിരുന്ന ഒരു കാലയളവുണ്ട്. അതായത് ഊര്യാവിൻ്റെ ഭാര്യയായ ബത്ശേബ
കുളിക്കുന്നത് കണ്ട് ആകർഷിതനായി പാപം ചെയ്യുവാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. അതിനെ തുടർന്ന് നടന്ന ആ പാപത്തെ മറച്ചു വയ്ക്കുവാൻ, അവളെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുവാൻ അവളുടെ ഭർത്താവിനെ ചതിയിൽ കൊല്ലുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചതി ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ആ പാപഭാരം തീർച്ചയായും അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ദാവീദ് രാജാവാണ്, ഇത് മറ്റാരും അറിയുന്നില്ല. ദാവീദും ബത്ശേബയും മാത്രം അറിഞ്ഞിരുന്ന ഈ ഒരു സംഭവം മറ്റാരും അറിയുന്നില്ല എങ്കിലും സർവശക്തനാകുന്ന ദൈവം അറിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് അവനോട് പറയുകയാണ്. അപ്പോഴവൻ അനുദപിക്കുകയാണ്. 3 അനുതാപ സങ്കീർത്തനങ്ങൾ, ദാവീദിൻ്റേതാകുന്ന സങ്കീർത്തനങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയും. സങ്കീർത്തനം 6, 32, 51 ദാവീദിൻ്റെ കുറവുകളെ അവൻ ഏറ്റുപറയുന്ന സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. 51 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ദാവീദ് ഒരു സത്യം നമ്മെ അറിയിക്കുകയാണ്. നാം മറ്റുള്ള ഒരു വ്യക്തിയെ പീഡിപ്പിക്കുമ്പോൾ, ദ്രോഹിപ്പിക്കുമ്പോൾ, അവന് വേദനയുണ്ടാക്കുമ്പോൾ നാം ആരോടാണ് പാപം ചെയ്യുന്നത്? ദൈവത്തോടാണ് നാം പാപം ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റാരും അത് അറിയുന്നില്ലായിരിക്കും. ആർക്കും അത് വെളിപ്പെടുത്തുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ലായിരിക്കും. പക്ഷേ നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ നിലവുകൾ പോലും ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള സത്യം ദാവീദ് ഇവിടെ സ്വയം സമ്മതിക്കുകയാണ്. ഞാൻ നിന്നോട് പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പാപഭാരവുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് ദൈവം അയക്കുന്നത്. അത് അനുതാപത്തിലേക്ക് നയിക്കുവാനും അവൻ ഉപവസിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 32 സങ്കീർത്തനത്തിൽ 3 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ ശക്തി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, ഞാൻ ചെയ്ത പാപം മനസ്സിൽ പേറിക്കൊണ്ട് ആരും അറിയാതെ, ആരോടും പറയാതെ, ദൈവത്തോട് പോലും അനുതപിക്കാതെ ഞാൻ മുമ്പോട്ട് പോയപ്പോൾ എന്ന് ദാവീദ് പറയുകയാണ്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഈ പാപം ചെയ്ത ദാവീദിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ അദ്ദേഹം പറയുന്നത്. എന്താണ്? ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു വലിയ പ്രയാസത്തിലേക്ക് ദാവീദ് കടന്നു പോവുകയാണ്. നാം വായിക്കുന്നു, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ ശക്തി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഈ പാപഭാരവുമായി മുമ്പോട്ട് പോകുമ്പോൾ ദാവീദിന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ അന്നുവരെ ഉണ്ടായിരുന്ന സന്തോഷം അതോടെ അവസാനിക്കുകയാണ്. തുടർന്ന് ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ അവൻ്റെ ആ പാപഭാരം അവൻ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, അനുതപിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ അവന് അവൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്ന, ആശ്വാസമുണ്ടാകുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് അവൻ വരുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. നാം 6-ാം വാക്യത്തിൽ വായിക്കണം, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും.
പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ദാവീദിൻ്റെ ജീവിതം നമുക്കൊരു വലിയ ചൂണ്ടുപലകയാണ്. ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ ജീവിച്ചിരുന്ന രാജാവിന് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആ പാപഭാരവുമായി മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതം സ്വാതന്ത്ര്യമില്ലാതെ അടിമയായ ഒരു വ്യക്തിയുടെ അവസ്ഥയിലേക്ക് ദാവീദ് മാറ്റപ്പെടുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെയും എന്നേക്കുമായിട്ട് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു വലിയ പ്രയാസത്തിലേക്ക് ദാവീദ് ആ പാപഭാരവുമായി മുമ്പോട്ട് പോകുമ്പോൾ ആക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ നാം ചെയ്യുന്ന പാപങ്ങൾ അത് നാം ഏറ്റുപറയാതെ ആ പാപഭാരത്തെ അല്ലെങ്കിൽ പാപഭാരവുമായി അത് മറ്റുള്ളവരിൽ നിന്നും ദൈവം ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ല, അറിയുകയില്ല എന്നുള്ള ചിന്തയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഈ ദാവീദ് ഈ തിരുവചനത്തോടെ നമ്മോട് അറിയിക്കുന്നത്. ഈ പാപഭാരവുമായി നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. എന്നാൽ ആ സന്തോഷം നമുക്ക് തിരികെ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോഴാണ്. നാം വാസ്തവമായി അതിനെക്കുറിച്ച് അനുതപിച്ച് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ തെറ്റിനെ ലഘൂകരിച്ച് കാണാതെ, അതിനെ ന്യായീകരിച്ച് കാണാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അത് ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധ്യമാകുമെന്ന് ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ദാവീദ് പറയുകയാണ്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ജീവിത കാലയളവിൽ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പെരുവെള്ളം. ശക്തമായ മഴ അല്ലെങ്കിൽ അപ്രകാരമുള്ള വെള്ളപ്പൊക്കം കടന്നു വരുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമല്ല, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങളല്ല, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ മാത്രം നാം ശ്രമിക്കുന്ന ഒരു സാഹചര്യം ആണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴുള്ളത്. അപ്പോൾ ദാവീദ് പറയുകയാണ്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. എപ്രകാരമുള്ള വ്യക്തിക്കാണ് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്ന, ദൈവവുമായി ഒരു ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളുടെ നടുവിലും അവനെ തൊടാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ രുചിച്ചറിയുവാൻ തൊക്കെ അവന് കഴിയും എന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് ജീവിതത്തിലെല്ലാം തകർന്ന് മുമ്പോട്ട് പോകാൻ മാർഗമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. തെറ്റുകൾ ചെയ്ത് പാപങ്ങൾ ചെയ്ത് ദൈവത്തോട് അനുദപിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ സമീപത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾ അവന് ഉത്തരമരുളുകയില്ല. കാരണം അവൻ വിശുദ്ധനാകുന്ന ദൈവം, വിശുദ്ധിയിൽ മാത്രം വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി നിരപ്പ് പ്രാപിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നൊരു ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അനേകരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ താഴ്വരകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണത്? യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നതെന്ത്, ഞങ്ങൾ ആത്മദമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത് എന്നവർ ചോദിക്കുന്നു. അതായത് പ്രാർത്ഥനയേക്കാൾ ഒരു പടി കൂടി ഉയർന്ന കാര്യമാണ് ഉപവാസം. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലയളവിൽ അവരുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ അവർ ചോദിക്കുകയാണ് ദൈവത്തോട്, ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നത് എന്ത്, ഞങ്ങൾ ആത്മദമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്. ദൈവത്തോട് അവർ ചോദിക്കുകയാണ്. എന്താണ് ദൈവം അവർക്ക് മറുപടി നൽകുന്നത്? ഇതാ, നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരം കാണുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിക്കുകയാണ്.
നിങ്ങൾ അനുദപിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആത്മദമനം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഭാരം ചുമത്തി വെച്ച് അവരെ പീഡിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനൊക്കെ നിങ്ങൾ ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് ഉപവസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഉപവാസവും മനുഷ്യർ ആത്മദമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തല വേഴത്തെ പോലെ കുനിക്കുക, പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ ഉപവാസമെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിക്കുന്നു, പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിലിരിക്കുന്നു, നിങ്ങളുടെ സുഖങ്ങളൊക്കെ നിങ്ങൾ വെടിഞ്ഞ് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു. പക്ഷേ ഈ ഉപവാസത്തിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് ദൈവം അവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പോൾ നാം ഉപവസിക്കുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അന്യായ ബന്ധനങ്ങൾ, മറ്റുള്ളവരുടെ മേൽ നാം അന്യായമായി ചുമത്തിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം നമുക്കുണ്ടാകണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. നാം ഒരു വ്യക്തിയെ അന്യായമായി പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഉപവസിക്കുന്ന ഒരു വ്യക്തി അന്യായമായി പ്രവർത്തിച്ചുകൊണ്ട് ഉപവസിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കണമോ? അതോ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ന്യായത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമോ? അതുകൊണ്ട് ദൈവം പറയുകയാണ്, അത് അഴിച്ചു കളയുക, അറുത്ത് കളയുക എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് പറയുന്നു 7-ാം വാക്യം, വിശപ്പുള്ളവനുമായി നിൻ്റെ അപ്പം പങ്കുവയ്ക്കുന്നതും പാർപ്പിടമില്ലാത്ത ദരിദ്രനെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ ഈ ലോക ജീവിതയാത്രയിൽ സമസൃഷ്ടികളെ കരുതുവാൻ, അവരോട് ആർദ്രതയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുസ്യൂതം നമ്മുടെ മേൽ ചൊരിയുന്നതെന്ന് ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പൊട്ടിവിടരും, നിനക്ക് വളരെ വേഗത്തിൽ സൗഖ്യമുണ്ടാകും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പിൽ കാവലായിരിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയും ഉപവാസവും നാം എടുക്കുന്നത് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സമസൃഷ്ടികളെ സ്നേഹിപ്പാനും കരുതുവാനും അവരോട് ആർദ്രതയുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വില ഉണ്ടാകും. മാത്രമല്ല അത് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 32-ാം സങ്കീർത്തനത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ ദാവീദ് പറയുകയാണ്, 6 മുതലുള്ള വചനം, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കളയും. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി നിന്നെ അഭ്യസിപ്പിക്കും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നെ ഉപദേശിക്കും. അപ്പോൾ പാപം ക്ഷമിച്ചു കിട്ടുന്ന, അകൃത്യം മറച്ചു കിട്ടുന്ന ഒരു മനുഷ്യൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ദാവീദ് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ, ദൈവത്തോട് കൂടെ വസിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, അവൻ്റെ ഉപദേശപ്രകാരം നടക്കുവാൻ ആ വ്യക്തിക്ക് സാധ്യമാകുകയും അവൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് അത് നയിക്കപ്പെടുകയും ചെയ്യുന്ന ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 11-ാം വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ദാവീദ് പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ, ഹൃദയപരമാർത്ഥികളായ ഏവരുമേ ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. നമ്മുടെ ഹൃദയം വിശുദ്ധിയും വെടിപ്പുള്ളതുമായി തീരുന്നത് നാം
അനുദിന ജീവിതയാത്രയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ അത് മുഖാന്തരമാക്കി തീർക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മീഖ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ അവശേഷിക്കുന്നവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചു പുലർത്തുകയില്ല, കരുണയിലല്ലോ അവൻ പ്രസാദിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ അവശേഷിച്ചിരിക്കുന്നവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചു പുലർത്തുകയില്ല. തെറ്റ് ചെയ്യുമ്പോഴും പാപം ചെയ്യുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ആ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറയുവാൻ കഴിയുന്നുവെങ്കിൽ ആ പാപം ക്ഷമിക്കുവാൻ ദൈവം എപ്പോഴും സന്നദ്ധനാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റുപറയുമ്പോഴാണ് അത് ക്ഷമിക്കപ്പെടുന്നത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ജീവിതത്തിൽ അനുഗ്രഹമുള്ളവരായി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം 32-ാം സങ്കീർത്തനം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഒരു ആത്മീയ പൈതലിനെ സംബന്ധിച്ചോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അവൻ്റെ ഭാഗ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണ്. അതിനപ്പുറമായ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാഗ്യാവസ്ഥ ഇല്ല എന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.